നമസ്തേ ലിറ്റിൽ തിങ്സ്. ഞാൻ ഷൈനി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേഴ്സുമാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് പലപ്പോഴും ചെയ്യാറുള്ളത്. യു കെയിലുള്ളവർക്കും യു കെയിൽ വെളിയിലുള്ളവർക്കും പ്രയോജനപ്പെടുന്ന വീഡിയോകളാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നാട്ടിൽ പഠിച്ചിറങ്ങുന്ന സഹോദരന്മാർക്കാണ്. നാട്ടിൽ പഠിച്ചിറങ്ങി നേഴ്സായി കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും വെളിയിൽ പോകാനുള്ള ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് വെളിയിൽ പോയി പ്രാക്ടീസ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. കുഴപ്പമൊന്നുമില്ല. പക്ഷേ നാട്ടിൽ പഠിച്ചിറങ്ങി നമ്മൾ സ്ട്രെയിറ്റ് അവേ CBT അല്ലെങ്കിൽ OET IELTS എഴുതാതെ ഏതെങ്കിലും നല്ലൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഈ CBT അല്ലെങ്കിൽ IELTS അല്ലെങ്കിൽ OET ഒക്കെ എഴുതാൻ ശ്രമിക്കുക. വെച്ചാൽ നമ്മൾ പഠിച്ച കാലത്ത് നമ്മൾ പഠിക്കുമ്പോൾ ട്രെയിനിങ് ഉണ്ട്, പക്ഷേ നമ്മുടെ പ്രാക്ടീസ് കുറവാണ്. അപ്പോൾ നമുക്ക് ഈ 2 വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് നഴ്സിംഗിൽ പ്രാക്ടീസ് ഉണ്ടാവും. ഇപ്പം നമ്മൾ വെളിയിലൊക്കെ പോയി വേറൊരു കൾച്ചറിൽ ജോലി ചെയ്യുമ്പം നമ്മളൊരു ഫ്രഷ് ആയിട്ട് വെളിയിൽ പോന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വളരെ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യും എന്നല്ല, അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ഒരു റെപ്യൂട്ടഡ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് എടുക്കുക. എക്സ്പീരിയൻസ് വളരെ അനിവാര്യമാണ്. അതായത് നമ്മൾ 4 വർഷം പഠിച്ചിറങ്ങി കഴിയുമ്പം നമ്മൾക്ക് ഈ ജോലി എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ഒരു 2 ഇയേഴ്സ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇപ്പോൾ UK പോലെയുള്ള രാജ്യങ്ങളിൽ റിക്രൂട്ട്മെൻറ്റിൽ അവർ ക്രൈറ്റീരിയ വെക്കുമ്പോഴത്തേനും 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് പല ഓർഗനൈസേഷനിലും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ഏതെങ്കിലും റെപ്യൂട്ടഡ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ OET അല്ലെങ്കിൽ CBT ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റ് ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.